പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലുണ്ട് കേട്ടോ. ഒലവക്കോട് നിന്ന് താണാവ് താണ്ടണമെങ്കിൽ നേരിടേണ്ടത് നിരവധി അപകടക്കുഴികളാണ്. ദേശീയപാതയിൽ താണാവ് മുതൽ ചന്ദ്രനഗർ വരെ 13 വർഷമായി പുനർനിർമ്മാണം നടന്നിട്ടേയില്ല. പരാതി ഉന്നയിച്ചിട്ടും നടപടിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇക്ബാൽ അറയ്ക്കലുണ്ട് താണാവിൽ നിന്ന്. ഇക്ബാൽ, ഗുഡ് മോർണിംഗ് ഇക്ബാൽ. എന്താണ് പാലക്കാട്ടെ അവസ്ഥ? വാരിക്കുഴികൾ അവിടെയും ഉണ്ടോ? അരുൺകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലാണ്. ഈ ദേശീയപാതയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗതാഗത സാന്ദ്രത കൂടിയ മേഖല എന്ന് സർക്കാർ രേഖകളിൽ തന്നെ ഉള്ള ഒരു മേഖലയാണ് ഈ ഒലവക്കോട് മുതൽ താണാവ് വരെയുള്ള വഴി എന്ന് പറയുന്നത്, ആ റോഡ് എന്ന് പറയുന്നത്. ആ റോഡിലെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് വിനൂസി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ കാണുന്ന അപകടക്കുഴികൾ താണ്ടിക്കൊണ്ട് മാത്രമേ താണാവിൽ നിന്ന് ഒലവക്കോട്ടേക്കും ഒലവക്കോട് നിന്ന് താണാവും കഴിഞ്ഞ് ഈ ദേശീയപാതയിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ആളുകൾ, നിരവധി ആളുകളാണ് ഈ കുഴിയിൽപ്പെട്ട് ഇതിനോടകം തന്നെ അപകടത്തിൽ പല ആളുകൾക്കും ജീവൻ നഷ്ടമായിട്ടുണ്ട്. വലിയ വലിയ കുഴികളാണ്. ഈ കുഴികൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇരുചക്ര വാഹന യാത്രികർക്കും അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്കുമാണ്. കാരണം ഇത്തരത്തിൽ ഈ കുഴികൾ ഉള്ളതുകൊണ്ട് തന്നെ വാഹനങ്ങൾ പലതും കാൽനട യാത്രക്കാർ നടക്കുന്ന മേഖലയിലൂടെയാണ് കയറി ഇറങ്ങി പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു. കുഴിയിൽപ്പെട്ട് വാഹനങ്ങൾ മറിഞ്ഞ് തൊട്ട് പിന്നാലെ വരുന്ന വലിയ വാഹനങ്ങൾ കയറി അപകടത്തിൽപ്പെട്ട ആളുകൾ മരിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ നാട്ടുകാർ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഏട്ടാ, വലിയ ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? വളരെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഞങ്ങൾ വഴിയാത്രക്കാരാണ്, ഇവിടെ അടുത്താണ് താമസം. പക്ഷേ ഈ ഭീമാകാരമായ കുഴി ശരിക്കും പറഞ്ഞാൽ അപകടരഹിതമായ കുഴിയാണ്. എത്രയും പെട്ടെന്ന് ഹൈവേ അതോറിറ്റിയുടെ റോഡ് അവിടെ അവസാനിക്കുന്നത്. അവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന ഈ സർവീസ് റോഡല്ല, ഇത് മറ്റേ ഒലവക്കോട്ടേക്ക് പോകുന്ന റോഡിലാണ് ഏറ്റവും കുണ്ടും കുഴിയുള്ളത്. പിന്നെ വളരെ അപകടകരമാണ്. വളരെ അതായത് തൊട്ടപ്പുറത്ത് മീറ്ററുകൾക്ക് മാത്രം മുമ്പ് വരെ ഈ റോഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് കുഴി ഭയങ്കര അതന്നെ, ഒരുപാട് ആക്സിഡന്റ് സംഭവിക്കുന്ന റോഡാണ്. ഇത് നേരാക്കണമില്ല. ഒന്ന് മാക്സിമം നേരാക്കാൻ പറയും ഗവൺമെന്റിനെ കൊണ്ട്. ഇതാണ് ആളുകൾ വാഹനം നിർത്തിക്കൊണ്ട് നമ്മളോട് പ്രതികരിക്കുന്നത്. ഏട്ടാ, കുഴി ഭയങ്കര ബുദ്ധിമുട്ടാകുന്നുണ്ടല്ലേ? സാർ, റോഡ് ഉണ്ടാക്കണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇതിനൊക്കെ ഉണ്ടാക്കുന്നു, മഴ പെയ്യുന്നു, കുഴി ഉണ്ടാവുന്നു. ഈ ഒരു പ്രക്രിയ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതിനൊക്കെ പെയ്ത റോഡ് വേണ്ട. ഈ ഒലവക്കോട് താണാവും എപ്പോഴും സ്ഥിരമാണ്. അതെ, ഇത് എപ്പോഴും ഇവിടെ ഇങ്ങനെ തന്നെയാണ്. മഴ പെയ്ത അവിടെ കുഴിയാവും. അപ്പൊ തന്നെ ഇതുപോലുള്ള കുഴികൾ നിങ്ങൾ കാണും. ഇത് ജീവന് വരെ ഭീഷണിയായിട്ടുള്ള കുഴികളാണ്. ശരിയാണ്. പൊതുമരാമത്ത് വകുപ്പ് കാരണം ഈ റോഡിലെ കുഴികൾ അടച്ചില്ലെങ്കിൽ ഇനിയും നമ്മുടെ നിരത്തുകളിൽ ജീവൻ പൊലിയും. അത് നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കും എന്നുള്ളതും പ്രത്യേകം ഓർമ്മിക്കുക. ആ കുഞ്ഞ് എങ്ങനെയോ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ആലപ്പുഴ ചന്ദ്രൂരിൽ അല്ലേ?